ഹനാൻഷയാണല്ലോ ഇപ്പത്തെ വിഷയം. പിന്നെ ഈ ഇടയ്ക്ക് ഹനാൻഷയുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് എയർ പോയ അഷ്കർ ടെക്കി. പറ്റിപ്പോയടാ, വേണ്ട വേണ്ട, നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. അഷ്കർ ടെക്കി വന്നിരുന്ന് ഹനാൻഷാന്റെ മറ്റേ മൊബൈലിൽ ലൈറ്റ് ഒക്കെ എതിർത്ത് ചിറാപ്പ് ഇഞ്ചി മഴയത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോയതാണ്. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ചിറാപ്പുഞ്ചിയും കഴിഞ്ഞ് മേഘാലയം കഴിഞ്ഞ് ആസാമും കഴിഞ്ഞ് നാഗാലാൻഡും കഴിഞ്ഞ് അങ്ങനെ എത്തിയിട്ടുണ്ടാവും മൂപ്പര്. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ. അവര് കുറച്ച് പാട്ടും പറയെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പോയതെന്ന് പറയുന്നു. ഇപ്പോഴാണ് എനിക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായത്. നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ? എന്താണ്? തിന്നട്ടെല്ലിന്റെ കുത്തൽ. അപ്പൊ ഇത് അവിടെ കൊണ്ടുപോയിട്ട് കണക്ട് ചെയ്യാനുള്ള പിന്ന് പോലും അവര് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? എനിക്ക് പാട്ട് പാടാൻ പറ്റത്തില്ല, സോറി, നമുക്ക് നെക്സ്റ്റ് കാണാം എന്ന് പറഞ്ഞ് എന്തോ ഒരു ചീറ പുഞ്ചി കാലിന്റെ ഡേലി എന്ന് പറഞ്ഞിട്ട് പോയി. ആഞ്ജനേയ സ്വാമി, ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഈ അഷ്കർ ടെക്കിക്ക് ഒരുമാതിരി പുച്ഛം പരിഹാസം മൂഡിലാണ്. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ലോക കുശുമ്പും കുഞ്ഞായ്മയും മൂത്തിട്ട് ഇരുന്നിട്ട് ഒരുത്തരുന്ന് വിളിച്ചു പറയുന്ന ഒരു ഫീലാണ് എനിക്ക് അഷ്കറിന്റെ ഈ ഒരു സാധനം കണ്ടത്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? മേ ബി ഹനാൻഷാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിനെയും സിംഗറിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അയാളുടെ വർക്കുകൾ ഇഷ്ടമല്ലായിരിക്കും. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. കാലിന്റെ അടിയിൽ നിന്ന് വന്ന വർത്താനം പറയുന്ന അഷ്കർ ടെക്കി എന്താണെന്നുണ്ടെങ്കിലും ഏതോ കാലിന്റെ അടിക്ക് ഓടിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം.